ശരി, അമൽ ലൈനിൽ തുടരുക. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് അശ്വതി കൂടി ചേരുന്നു. അശ്വതി, നാളെ പ്രധാനമന്ത്രി കൊച്ചിയിലേക്ക് എത്തുകയാണ്. അതിനിടയിലാണ് സുരക്ഷാ പദ്ധതി ചോർന്നതായുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നത്. ഇത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു പോലീസിന്റെ ഇടയിൽ തന്നെ ഒരു ചെറിയ അസ്വാരസ്യങ്ങൾക്കൊക്കെ തന്നെ കാരണമായ ഒരു കാര്യമാണ്. ഇപ്പോൾ DGPയും ഇക്കാര്യത്തിൽ ഒരു റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അദ്ദേഹം പറഞ്ഞിരുന്നു 2000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഏത് രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളാണ് കൊച്ചി കേന്ദ്രീകരിച്ച് പ്രധാനമന്ത്രിക്ക് ഒരുക്കിയിട്ടുള്ളത്? ഭദ്ര, കൊച്ചിയിൽ ഇന്നു മുതൽ വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സുരക്ഷ സംബന്ധിച്ച് ഇന്റലിജൻസ് റിപ്പോർട്ട് ചോർന്നതടക്കമുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാകുന്നത്. യുവം സംഗമത്തിന് ശേഷം നാളെ രാത്രി കൊച്ചിയിൽ തങ്ങുന്ന നരേന്ദ്രമോദി ചൊവ്വാഴ്ച രാവിലെയാണ് തിരുവനന്തപുരത്തേക്ക് തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഷയങ്ങളിൽ നാളെ പ്രധാനമന്ത്രിയുടെ മെഗാ റോഡ് ഷോ ഉണ്ട്. ഈ മെഗാ റോഡ് ഷോയുടെ അനുബന്ധിച്ച് വലിയ രീതിയിലുള്ള റോഡുകളിലും അതുപോലെ തന്നെ ഇത് നടക്കുന്ന മറ്റ് പ്രദേശങ്ങളിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രധാനമായും നഗരത്തിലെ ഗതാഗത നിയന്ത്രണമാണ് ഉള്ളത്. അതായത് നാളെ ഉച്ചയ്ക്ക് ശേഷവും അതുപോലെ നാളെയും അതുപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും 25-ാം തീയതി രാവിലെയും തേവര ഫെറി, MG റോഡ്, ഐലൻഡ്, BOT ഈസ്റ്റ് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 24-ാം തീയതി വൈകിട്ട് 4 മുതൽ ഗതാഗതം ആരംഭിക്കും. കനത്ത ഗതാഗത നിയന്ത്രണങ്ങൾ ആരംഭിക്കും. പോലീസ് റൂറൽ ജില്ലയിലും നിയന്ത്രണങ്ങളുണ്ട്. ഇത് പോലീസ് സിറ്റിയാണ് എങ്കിലും റൂറൽ ജില്ലയിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 24 വൈകിട്ട് 4:30 മുതൽ ദേശീയപാതയിൽ കറുകുറ്റി മുതൽ മുട്ടം വരെ വലിയ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. 25-ന് രാവിലെ 9 മുതൽ 11 വരെ ഇവിടെ വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ടാകും. റോഡരികിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് അനുവദിക്കില്ല. പ്രധാനമായും ഈ മെഗാ റോഡ് ഷോയാണ് കൊച്ചിയിലെ വലിയ പ്രശ്നം. അതായത് കൂടുതൽ പോലീസിനെ വിന്യസിക്കേണ്ട ഒക്കെ ഒരു ആവശ്യകത വന്നിരിക്കുന്നത്. കാരണം ബി ജെ പിയുടെ മെഗാ റോഡ് ഷോ വലിയ കൂടുതൽ പോലീസുകാരെ വിന്യസിപ്പിക്കുന്നതിനുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുകയാണ്. അതായത് ഇത് ഒരു ഇതിൽ പ്രധാനമന്ത്രി വരുന്നതോടുകൂടി റോഡ് ഷോ വലിയ രീതിയിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾക്ക് കാരണമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുന്നിൽ കണ്ടുകൊണ്ട് ഉള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളാണ് കൊച്ചിയിൽ നടപ്പാക്കുന്നത്. ഭദ്ര, അശ്വതി, അതുപോലെ തന്നെ ഇന്നിപ്പോൾ കൊച്ചിയിൽ ഉന്നതതല യോഗം ചേരുന്നുണ്ടെന്നറിയുന്നു. ഈ പരിപാടി ഇപ്പോൾ നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ നാളെ റോഡ് ഷോ ഒക്കെ നടക്കുന്നുണ്ട്. അതായത് ഈ പരിപാടികളിലൊന്നും തന്നെ ഒരു മാറ്റം വന്നിട്ടില്ല എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് BJP അറിയിച്ചിരിക്കുന്നത്. ഗതാഗത നിയന്ത്രണങ്ങളും മറ്റും ഉണ്ട്. അതല്ലാതെ കൂടുതൽ പോലീസുകാരെയും മറ്റും വിന്യസിപ്പിച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ ഇന്നത്തെ ഉന്നതതല യോഗത്തിന് ശേഷമായിരിക്കും ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാവുക. ഭദ്ര. ശരി അശ്വതി, പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലും സുരക്ഷ അതീവമായി തുടരുകയാണ്.